ചങ്കു പിളർന്നതാണേ നിനക്കവൻ തന്നുയിർ തന്നതാണേ. നോവിനുലയിൽ പ്രിയ പ്രാണനുലഞ്ഞപ്പോ നിൻമുഖം കണ്ടതാണേ. നെഞ്ചിലവൻ നിന്നെ വഹിച്ചതാണേ. ഒരു ചിന്തകരിങ്ങനെ പറഞ്ഞു ഞാൻ കേട്ടു. അദ്ദേഹം ചിന്ത ഇങ്ങനെയായിരുന്നു: യേശുവിന് മറവിയുണ്ട്, യേശുവിന് കണക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ ചിന്തയാണ്. അദ്ദേഹത്തിൻ്റെ ചിന്ത വരാൻ കാരണം സുവിശേഷങ്ങളിൽ ഒരു ഭാഗം വായിച്ചു താൻ മനസ്സിലാക്കിയതിൻ്റെ വെളിച്ചത്തിലാണ് യേശുവിന് ഇങ്ങനെയുള്ള കുറവുകളുണ്ടെന്ന് മനസ്സിലായത്. യേശു കണക്കറിയില്ല. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഒരു മനുഷ്യന് 100 ആടുണ്ട്, അതിലൊന്നിനെ കാണാതെ പോയി, 99നെയും വിട്ടേച്ച് അവ കാണാതെ പോയി ഒന്നിനെ അന്വേഷിച്ച് പോയി യേശു. ഒന്ന് ചിന്തിച്ചാൽ 99 എത്രയോ ചെറുതാ ഒന്നാ. കണക്കറിയത്തില്ലാത്തതുകൊണ്ടല്ലേ ഈ 99നെയും വിട്ടേച്ച് ഒന്നിൻ്റെ പുറകെ പോയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്ത അതാ, ശരിയാ. പിന്നെ താൻ വായിച്ചപ്പോൾ ഒരു കന്യകയ്ക്ക് 10 ദ്രഹ്മയുണ്ട്, അതിൽ ഒന്ന് കാണാതെ പോയപ്പോൾ വീട് അടിച്ചുവാരി അതിനെ കണ്ടുകിട്ടുന്നിടം വരെ വളരെ ശ്രദ്ധയോടെ അന്വേഷിച്ചു. കണ്ടുകിട്ടിയപ്പോൾ എല്ലാവരോടും ഈ സന്ദേശം പങ്കിട്ടു. അതിനും ഒരു ലോജിക്കില്ല. കാരണം കൂടുതൽ കയ്യിലിരിക്കുമ്പോൾ കാണാതെ പോയ ഒന്നിനു വേണ്ടി വ്യാകുലപ്പെട്ട ഒരു ചിന്ത. അതുപോലെ തന്നെ താൻ ചിന്തിച്ചത് മറ്റൊന്നായിരുന്നു. ഒരപ്പന് 2 മക്കളുണ്ടായിരുന്നു. അതിലിളയവൻ അപ്പനോട് വേണ്ടുന്ന അപ്പൻ്റെ വസ്തുവകയിൽ നിന്നും തനിക്കുള്ള ഭാഗം വാങ്ങി താൻ വിദൂരയിൽ പോയി. അത് മുഴുവൻ നഷ്ടപ്പെട്ട് മടങ്ങി വന്നപ്പോൾ 2 കൈയും നീട്ടി ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച അപ്പനോട് ചെയ്തതൊക്കെ ഓർത്താൽ ഇങ്ങനെയൊന്നും ചെയ്യാവുന്ന ആളല്ല. അപ്പോൾ മറവിയുണ്ട്. ഞാൻ ചിന്തിച്ചപ്പോഴും ശരിയാ. എൻ്റെ ഭാഗത്തൊന്ന് ചിന്തിച്ചപ്പോൾ മറ്റൊന്നോ, ഇതൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ എന്നെ ഒന്നും യേശു ചേർത്ത് പിടിക്കുകയില്ല. ഇങ്ങനെയൊന്നും നമ്മൾ ഓരോരുത്തരും ആകുകയില്ല. അതാണ് സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നത്: മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രിയരെ, നമ്മൾ പറഞ്ഞതും ചെയ്തതും കാട്ടിക്കൂട്ടിയതുമൊക്കെ ഓർത്തിരുന്നാൽ നമ്മളിങ്ങനെ നിവർന്ന് നിൽക്കേണ്ടവരല്ല. അതൊക്കെ മറന്നുകൊണ്ട് ആ അപ്പൻ ചേർത്ത് പിടിച്ചതുപോലെ നമ്മളെ യേശു ചേർത്ത് പിടിച്ചു. യേശുവിൻ്റെ ആ കുറവ്, അത് കുറവല്ല, നമ്മളോട് കാണിച്ച സ്നേഹം. ഞാൻ മുമ്പേ പാടിയതുപോലെ ചങ്ക് പിളർന്നതാണേ. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിച്ച ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിക്കും. നമ്മളെ ഓരോരുത്തരെയും സ്നേഹിച്ച അങ്ങനെയാണ്. എന്തൊരു സ്നേഹം, എന്തൊരു ത്യാഗം ക്രൂശിൽ കാൽവരിയിലോ. എന്തൊരു സ്നേഹം, എന്തൊരു ത്യാഗം ക്രൂശിൽ കാൽവരിയിൽ. നൊന്തു പിടഞ്ഞതാം പ്രാണൻ വെടിഞ്ഞേശു നിത്യമോക്ഷത്തിന്. നൊന്തു പിടഞ്ഞതാം പ്രാണൻ വെടിഞ്ഞേശു നിത്യമോക്ഷത്തിന്. ചങ്കു പിളർന്നതാണേ നിനക്കവൻ തന്നുയിർ തന്നതാണേ. ചങ്കു പിളർന്നതാണേ നിനക്കവൻ തന്നുയിർ തന്നതാണേ. നോവിനുലയിൽ പ്രിയ പ്രാണനുലഞ്ഞപ്പോൾ നിൻമുഖം കണ്ടതാണേ. നെഞ്ചിലവൻ നിന്നെ വഹിച്ചതാണേ. നോവിനുലയിൽ പ്രിയ പ്രാണനുലഞ്ഞപ്പോൾ നിൻമുഖം കണ്ടതാണേ. നെഞ്ചിലവൻ നിന്നെ വഹിച്ചതാണേ. ചങ്കു പിളർന്നതാണേ നിനക്കവൻ തന്നുയിർ തന്നതാണേ. ചങ്കു പിളർന്ന